പ്രഗ്നൻസി ടെസ്റ്റ് എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, നെഗറ്റീവ് വന്നാൽ പ്രഗ്നൻ്റ് അല്ലേ, ഒരു വരെ വന്നുള്ളൂ ആൻഡ് വരെ ഒന്നും വന്നില്ല, ഇങ്ങനെ പല കൺഫ്യൂഷൻസ് സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ചെയ്യുമ്പോൾ. സോ നമുക്കിന്ന് വീഡിയോയിലൂടെ അത് കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആൻഡ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്യുന്നവരും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രഗ്നൻസി ഡൗട്ട് ചെയ്യുന്നവരും ഒക്കെ ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം പോയി വാങ്ങിക്കുന്ന ഒന്നാണ് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ്. പക്ഷേ പലർക്കും ഇത് കറക്റ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കണം, എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ധാരണയില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വഴി നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലാക്കി ഒരു ബാക്ക് സ്റ്റോറി മനസ്സിലാക്കിയാൽ നമുക്കിത് കറക്റ്റായിട്ട് എപ്പോൾ ചെക്ക് ചെയ്യണമെന്ന് നല്ലൊരു ധാരണ കിട്ടുന്നതായിരിക്കും. സോ ആക്ച്വലി നമ്മൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വഴി ഡിറ്റക്റ്റ് ചെയ്യുന്നത് β-HCG എന്ന് പറഞ്ഞ ഹോർമോണാണ്. അത് പ്രഗ്നൻസി ഹോർമോണാണ്. സ്ത്രീകളിൽ പ്രഗ്നൻസിയുടെ സമയത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഇത്. ഓവുലേഷൻ ടൈമിൽ ബന്ധപ്പെട്ടതിന് ശേഷം സ്പേമും എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ആൻഡ് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെർട്ടിലൈസേഷന് ശേഷം ഭ്രൂണം യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യും. ഓക്കെ, ഇംപ്ലാന്റേഷന് ശേഷം മാത്രമാണ് ഈ β-HCG എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ബ്ലഡിൽ കൂടി വരുന്നത്. ആൻഡ് ഇത് യൂറിനെ ഡിറ്റക്റ്റ് ചെയ്ത് വരാൻ ഇതിലും കുറച്ചും കൂടെ സമയമെടുക്കും. ഹോൾ പ്രോസസ്സ് നടന്നു വരാൻ ഏകദേശം ഒരു 10 to 14 ദിവസം വരെ എടുക്കുന്നതാണ്. സോ ഓവുലേഷൻ കഴിഞ്ഞ് ബന്ധപ്പെട്ടതിന് ശേഷം 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കുന്ന പലരും ഉണ്ട്. പക്ഷേ അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ എപ്പോൾ ടെസ്റ്റ് ചെയ്ത് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും? നിങ്ങളുടെ നെക്സ്റ്റ് എക്സ്പെക്റ്റഡ് പീരിയഡ്സ് ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പീരിയഡ്സ് ആയിട്ടില്ലെങ്കിൽ, സപ്പോസ് നിങ്ങൾക്ക് 10th മാർച്ചിനാണ് പീരിയഡ്സ് ആയെങ്കിൽ നെക്സ്റ്റ് April 10th ആയിട്ട് നിങ്ങൾക്ക് പീരിയഡ്സ് ആയിട്ടില്ലെങ്കിൽ അത് കഴിഞ്ഞൊരു 5 to 7 ഡേയ്സിന് ശേഷം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഏർലി പ്രഗ്നൻസി ഉള്ളവരിൽ നമ്മൾ പീരിയഡ്സ് കഴിഞ്ഞിട്ട് 1-2 ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്താലും ചിലപ്പോൾ പോസിറ്റീവ് കാണില്ല, കാരണം ഹോർമോണിൻ്റെ ലെവൽ കുറവായതുകൊണ്ട്. സോ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ഒരു 5 to 7 ഡേയ്സിന് ശേഷം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. ഇത് റെഗുലർ പീരിയഡ്സ് ഉള്ളവരുടെ കാര്യത്തിലാണ്. ഇനി ഇറഗുലർ പീരിയഡ്സ് ഉള്ളവർക്ക് ഇനി നെക്സ്റ്റ് എക്സ്പെക്റ്റഡ് പീരിയഡ്സ് എന്നാണെന്നൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സോ നിങ്ങൾ ബന്ധപ്പെട്ടതിന് ശേഷം ഒരു 21 ഡേയ്സ് കഴിഞ്ഞ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. ദെൻ കറക്റ്റായിട്ട് എങ്ങനെ ടെസ്റ്റ് ചെയ്യണം? മോർണിംഗിൽ യൂറിൻ തന്നെ വേണോ അതോ ഏത് സമയത്ത് യൂറിൻ എടുത്താലും റിസൾട്ട് കിട്ടുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. സോ മോർണിംഗിലെ യൂറിൻ തന്നെയാണ് വേണ്ടത്. കാരണം മോർണിംഗിലാണ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ നമുക്ക് കിട്ടുക. കാരണം കോൺസെൻട്രേറ്റഡ് യൂറിനിൽ HCG ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും. ആൻഡ് അല്ലാത്ത ടൈമിൽ നമ്മൾ വെള്ളം കുടിക്കുന്നവരും യൂറിൻ ഡൈല്യൂട്ടഡ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് ഹോർമോണിൻ്റെ അളവ് കുറവായിട്ട് കാണുന്നതായിരിക്കും. സോ ഫസ്റ്റ് യൂറിനാണ് ഏറ്റവും ബെസ്റ്റ്. ആൻഡ് ഈ ഹോർമോൺ എല്ലാം ഒരു 48 മണിക്കൂർ വെച്ചിട്ട് ഡബിൾ ചെയ്യുന്നതായിരിക്കും. ദെൻ എങ്ങനെ കറക്റ്റായിട്ട് ഈ ടെസ്റ്റ് ചെയ്യേണ്ടത്? ആ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് എടുക്കുക. ദെൻ നിങ്ങൾ യൂറിൻ കളക്ട് ചെയ്യുക ഒരു കണ്ടെയ്നറിൽ. ചില പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ അതിൽ തന്നെ കണ്ടെയ്നർ കാണും, ഇല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ യൂറിൻ കളക്ട് ചെയ്യുക. ദെൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൻ്റെ ഒപ്പം വരുന്ന ഡ്രോപ്പർ കാണും. ആ ഡ്രോപ്പർ വെച്ച് 2 to 3 ഡ്രോപ്സ് ആ യൂറിൻ ഡ്രോപ്പ് ചെയ്യേണ്ട ഏരിയയിൽ ഡ്രോപ്പ് ചെയ്യുക. കൂടുതൽ ഡ്രോപ്പ് ചെയ്യരുത്. ഇത് ടെസ്റ്റ് കിറ്റ് അനക്കാതെ വെക്കുക. 2 to 5 മിനിറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ്സിൽ തന്നെ റിസൾട്ട് റീഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം റീഡ് ചെയ്യുന്നത് ആക്യുറേറ്റ് ആയിരിക്കത്തില്ല. പലരും പറയുന്നൊരു കാര്യമാണ്, അവർ ടെസ്റ്റ് കിറ്റ് നെഗറ്റീവായിട്ട് കണ്ടു, ഒരു വരെ തെളിഞ്ഞോളൂ, ദെൻ അവർ ബേസ് ബിന്നോ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്തിട്ട് പിറ്റേന്ന് നോക്കുമ്പോഴത്തേക്കൊക്കെ 2 വര തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. അത് എന്നിട്ട് പോസിറ്റീവ് ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ബട്ട് നമ്മൾ കറക്റ്റായിട്ടൊരു 5 മിനിറ്റ്സിൽ അല്ലെങ്കിൽ ആ ടെസ്റ്റ് കിറ്റിൽ കൊടുത്തിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ റീഡ് ചെയ്തിരിക്കണം. അതിനുശേഷം റീഡ് ചെയ്യുന്നതൊന്നും കറക്റ്റ് ആയിരിക്കില്ല. ദെൻ റിസൾട്ട്സ് എങ്ങനെ റീഡ് ചെയ്യേണ്ടത്? സിയിൽ മാത്രം ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ അത് പ്രഗ്നൻസി നെഗറ്റീവ് ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. ദെൻ സിയിലും ടിയിലും വരെ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവാണ്. ആൻഡ് ഒരു ലൈൻ ഫെയിൻ്റായിട്ടും ഒരു ലൈൻ ഡാർക്കായിട്ട് വന്നാലും അത് പോസിറ്റീവ് പ്രഗ്നൻസി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വരയൊന്നും വന്നില്ല അല്ലെങ്കിൽ ടിയിൽ മാത്രം ഒരു വര വന്നാൽ അത് പ്രഗ്നൻസി ടെസ്റ്റ് ഇൻവാലിഡ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ റീസൺ എക്സ്പയർഡ് ആയിട്ടുള്ള ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ എറർ കാരണമായിരിക്കും. സോ വേറെ കിറ്റ് വാങ്ങിച്ച് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫോൾസ് നെഗറ്റീവ് റിസൾട്ട് കാണിക്കാനുള്ള ചില സാഹചര്യമുണ്ട്. അതായത് പ്രഗ്നൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് റിസൾട്ട് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് നേരത്തെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി, അതായത് ഹോർമോൺ കോൺസെൻട്രേഷൻ യൂറിൻ വരുന്നതിന് മുന്നേ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള യൂറിൻ യൂസ് ചെയ്യുന്നത്, ദെൻ എക്സ്പയർഡ് ആയിട്ടുള്ള കിറ്റ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കിറ്റിൽ എന്തെങ്കിലും എറർ കാരണം വരുന്നതായിരിക്കും.
ഫോൾസ് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾ പ്രഗ്നൻ്റ് അല്ലാഞ്ഞിട്ടും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും. ആ കണ്ടീഷൻസിലാണ് കെമിക്കൽ പ്രഗ്നൻസി, ഭ്രൂണം യൂട്രസിൽ പ്രോപ്പറായിട്ട് അറ്റാച്ച് ആകാതെ ഇത് തന്നെ അബോർട്ടായി പോകുന്ന കണ്ടീഷൻ. ദെൻ എക്ടോപിക് പ്രഗ്നൻസി, അതായത് ഫീറ്റസ് യൂട്രസിലല്ലാതെ പുറത്ത് ഫാലോപ്പിയൻ ട്യൂബിലോ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്ത് വളരുന്ന കണ്ടീഷൻ. ദെൻ സർട്ടൻ മെഡിക്കേഷൻസ് എടുക്കുന്നവർ ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ HCG ഹോർമോൺ ഇഞ്ചെക്ഷൻസ് എടുക്കുന്നവരിൽ ഹോർമോൺ പ്രസൻസ് കാണുന്ന ഫോൾസ് പോസിറ്റീവ് റിസൾട്ട് കാണിക്കുന്നതായിരിക്കും. ദെൻ ഹൈഡാറ്റിഡിഫോം മോൾ ഡിസീസ്, അതായത് മുന്തിരിക്കൊല പ്രഗ്നൻസി എന്ന് പറയും. ഈ കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഫോൾസ് പോസിറ്റീവ് റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. പോസിറ്റീവ് ടെസ്റ്റ് റിസൾട്ട് കണ്ടാൽ ഉടനെ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ആൻഡ് ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം നിങ്ങൾക്ക് ബീറ്റ HCG ബ്ലഡ് ടെസ്റ്റും ആൻഡ് USG സ്കാനിങ് വഴി നമുക്ക് പ്രഗ്നൻസി ഉറപ്പുവരുത്താനും അത് യൂട്രസിൽ തന്നെയുള്ള പ്രഗ്നൻസി ആണോ എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുന്നതാണ്. അതായത് എക്ടോപിക് പ്രഗ്നൻസി അല്ലാതെ ഹൈഡാറ്റിഡിഫോം മോൾ പോലത്തെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏർലി സ്റ്റേജസിൽ തന്നെ അത് റൂൾ ഔട്ട് ചെയ്യേണ്ട വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. ആൻഡ് നമുക്ക് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ അയൺ, ഫോളിക് ആസിഡ് പോലത്തെ ടാബ്ലറ്റ്സ് ഒക്കെ വളരെ അത്യാവശ്യമാണ് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി. സോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വൈകരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഒരുപാട് ഡൗട്ട്സ് ഉള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നിടം വരെ ബൈ.